ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു ഔട്ടിംഗ് വ്ലോഗാണ് കാണുന്നത്. മെട്രോ ഇറങ്ങി നേരെ ഒരു പബ്സൊക്കെ കഴിച്ചിട്ട് നേരെ ഓർബിറ്റ് മോളിലോട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റിലെ എല്ലാവരും ഈ ഒരു സുപ്ര മാർട്ടിലോട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഡിഫറെൻറ്റ് മാർട്സ്, പിന്നെ സ്റ്റുഡിയോ, അങ്ങനെ 1000+ ഐറ്റംസ് ഉണ്ട്. ഇതാണ് കയറി ചെല്ലുന്ന എൻട്രി. എനിക്കിവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു വ്യൂ ആയിരുന്നു ഇവിടെ. പിന്നെ ഫസ്റ്റ് ഫ്ലോറിലോട്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ എല്ലാ ഷോപ്സും ഇതൊക്കെ കുറേ ബ്രാൻഡഡായിട്ടുള്ള ഷോപ്പ് സെൻറ്റേഴ്സാണ്. നല്ല ഭംഗിയുള്ള സ്പെക്സിൻ്റെ കുറേ സ്റ്റോഴ്സൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ എല്ലായിടത്തൊന്നും കയറാൻ പറ്റിയില്ല, പക്ഷെ ഞാൻ ഇവിടെ മാത്രം കയറി. ഇത് മിനീസോ ആണ്. മിനീസോ ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന ഫെമിലിയർ ആയിട്ടുള്ള സ്ഥലം. ഞാനവിടെ ചെന്ന് ഈ ഒരു ടോയ്സും ഒക്കെ കണ്ടു. അവിടെ നിന്ന് ഞാനൊരു സംഭവം മേടിച്ചിട്ടും ഉണ്ടായിരുന്നേ. ഈ ഇരിക്കുന്ന സാധനമായിരുന്നു ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് അറൗണ്ട് ഒരു 900 റുപ്പീസ് ആയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഈ ഒരു ബാഗ്, ഇതിൻ്റെയൊക്കെ റേറ്റ് കണ്ടാൽ നമ്മൾ ഞെട്ടും ഗൈസ്. ഈ ബാഗൊക്കെ നല്ല രസമുണ്ടെങ്കിലും എല്ലാത്തിനും ഒടുക്കത്തെ റേറ്റാണേ. പിന്നെ ഈ ഒരെണ്ണം നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിന് 1300 രൂപയുണ്ട്. ഞാനത് അവിടെ വെച്ച് ഗൈസ്. പിന്നെ വൈൽഡ് കാർട്ടിൻ്റെ ഒക്കെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ നേരിട്ട് കണ്ടു. പിന്നെ ക്രോക്സ് എനിക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് അവിടെയും പോയൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും പക്ഷെ നല്ല റേറ്റാണ്. ബ്രാൻഡഡ് ഐറ്റംസാണ് ഇവിടെ എല്ലാം കിട്ടുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള ക്രോക്സൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ നേരെ നമ്മുടെ മെയിൻ സ്ഥലത്തോട്ടാണ് പോയത്, ഫൺ സിറ്റി. ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ കോമണറായിട്ട് ആർക്ക് വേണമെങ്കിലും കയറാം. നല്ല രസമുള്ള ഒരു സ്ഥലമായിരുന്നേ ഫൺ സിറ്റി. പിന്നെ ഇവിടെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള AI ബേസ്ഡ് ആയിട്ടുള്ള കുറേ സംഭവം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ച് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സമയമൊക്കെ ഒരുപാടായതുകൊണ്ട് പിന്നെ പോകേണ്ടതായതുകൊണ്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ 3rd ഫ്ലോറിലോട്ടാണ് ഫുഡിൻ്റെ കോർട്ടിലോട്ടായിരുന്നു പോയത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ബർഗറൊക്കെ കഴിച്ച് പിന്നെ നേരെ താഴോട്ടിങ്ങനെ ഇറങ്ങുമായിരുന്നു. അപ്പോഴാണ് കണ്ടത് സ്പോർട്സ് ഏരിയ. അപ്പോൾ പിന്നെ അവിടെ കയറാണ്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അവിടെ നേരെ ഞങ്ങൾ കയറി ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി കയറി. അപ്പോഴാണ് കണ്ടത് എൻ്റെ ഫേവറേറ്റ് ഷട്ടിൽ ബാറ്റ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല പിങ്ക് കളർ ബാറ്റൊക്കെ ഉണ്ടായിരുന്നു. അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ നല്ല റേറ്റ് ആയതുകൊണ്ട് അവിടെ വെച്ചു. നല്ല ക്വാളിറ്റിയാണ്, അപ്പോൾ റേറ്റും കാണും. പിന്നെ അവിടെ തന്നെ എല്ലാ സ്പോർട്സിൻ്റെ ഐറ്റംസ് ഉണ്ട്. ഷൂസ്, എല്ലാ സാധനങ്ങളും അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ മാക്സിൽ കയറിയിട്ടുണ്ടായിരുന്നു. മാക്സിൽ കയറിയ 2 ഡ്രസ്സൊക്കെ എൻ്റെ ഫ്രണ്ട്സ് എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല അവിടുത്തെ ഒന്നും. പിന്നെ തിരിച്ചിറങ്ങി എല്ലാം ഒന്നുകൂടെ ഒന്ന് കണ്ട് തിരിച്ചിറങ്ങി മെട്രോ എന്നൊരു ഐസ്ക്രീം ഒക്കെ കഴിച്ചു. പിന്നെ നേരെ ബസ് കയറി ഐക്കയൊക്കെ കണ്ടു. ഐക്കയുടെ അവിടെ നിന്നാണ് ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ബസ് കയറി നേരെ മലയാളി ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ മേടിച്ച് ഞങ്ങളിങ്ങനെ പോന്നിട്ടുണ്ടായിരുന്നേ. ഹോസ്റ്റലിൽ വന്നാണ് ഫുഡ് കഴിച്ചത്. എല്ലാ 7 കറികളുണ്ടായിരുന്നേ. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു. പിന്നെ അപ്പോൾ ഈ ഔട്ടിംഗ് വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.